തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ആയി. ഇപ്പം ഉപനേതാവ് പദവി ഇതായിട്ട് നൽകിയിട്ടില്ലെങ്കിലും ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം KN ബാലഗോപാലനാണ് പറയുന്നത്. പക്ഷെ CPM-ലും CPI-ലും ഒരു ഇതുണ്ട്, അതായത് രാജനെ ഉപനേതാവ് പദവി ആക്കണമെന്ന് CPI-ക്കുള്ളിൽ ഒരു ഇതുണ്ട്. അത് CPM-നോട് പറഞ്ഞെങ്കിലും അവരത് ചെവിക്കൊണ്ടിട്ടില്ല. നാളെ നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റിന് ശേഷമുള്ള സമ്മേളനം നടക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ഒരു പ്രശ്നവും കൂടി ഇരിക്കുന്നത്, അല്ലേ? അതായത് UDF-ന്റെ ബജറ്റുമേലുള്ള ചർച്ച നടക്കുന്ന നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ CPM-ഉം CPI MLA-മാരും ഒത്തൊരുമിച്ച് ഭരണപക്ഷത്തെ എതിർക്കുമോ എന്നാണ് നമുക്ക് നാളെ കണ്ടറിയേണ്ടത്. കാരണം ഇവർക്ക് തമ്മിൽ ഈ ഒരു CPI CPM അല്ലെങ്കിൽ LDF മുന്നണിക്കുള്ളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നീറിപ്പുകയുന്ന ഒരു പ്രശ്നമുണ്ട്. ആരാണ് ഉപ പ്രതിപക്ഷ നേതാവ്? ഓക്കെ, അൺഒഫീഷ്യലി ആണ് KN ബാലഗോപാൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്നത്. ആ ഒരു സ്ഥാനത്ത് KN ബാലഗോപാൽ ഇരിക്കുന്നത് CPI-യിലെ ബിനോയ് വിശ്വത്തിന് അത് കുറച്ച് എതിർപ്പുള്ള കാര്യമുണ്ട്. കാരണം 8 MLA-മാർ മാത്രമുള്ള CPI-ക്ക് ആ ഒരു ഉപനേതാവ് സ്ഥാനം തരണം എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ വാദം. അത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് CPM. ഇങ്ങനെ ഒരു ആഭ്യന്തര തർക്കം ഈ LDF-നുള്ളിൽ നിൽക്കുമ്പോഴാണ് ഭരണപക്ഷത്തിന്റെ ബജറ്റുമേലുള്ള ചർച്ചയിലേക്ക് നാളത്തെ ആ ഒരു നിയമസഭാ സമ്മേളനത്തിലേക്ക് നാളെ ഈ ഒരു LDF മുന്നണി കടന്നു ചെല്ലുന്നത്. അപ്പൊ നമുക്ക് അവിടെ അറിയേണ്ടത്, ഇവർ ഒത്തൊരുമിച്ച് ഈ ഒരു ഭരണപക്ഷത്തെ എതിർക്കുമോ, അല്ലെങ്കിൽ മുമ്പ് ഇവർ ചെയ്തിരുന്ന, അതായത് സീറ്റ് മാറി അല്ലെങ്കിൽ CPM CPI MLA-മാരുടെ അകന്നു മാറിയിരിക്കുന്ന ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ രണ്ട് തട്ടിലിരുന്നാണോ ഭരണപക്ഷത്തെ ഇവർ ആക്രമിക്കാൻ പോകുന്നതെന്നാണ് നാളെ നമുക്ക് അറിയേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ കണ്ടിട്ട് രണ്ട് തട്ടിലിരുന്നാൽ, കാരണം ഇതുവരെ ബിനോയ് വിശ്വം സമ്മതിച്ചിട്ടില്ല. അതായത് CPI സ്ഥാനം അല്ലെങ്കിൽ ഉപനേതാവ് സ്ഥാനം വേണം എന്ന് തന്നെയാണ് ഇപ്പോഴും ബിനോയ് വിശ്വം പറയുന്നത്. അപ്പം മിക്കപ്പോഴും, അതായത് 90% ചാൻസും രണ്ട് തട്ടിലിരുന്ന് നാളത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ നാളത്തെ ബഡ്ജറ്റിന്റെ പ്രശ്നം അവതരിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നാളെ ബജറ്റിന്മേലുള്ള ചർച്ച മാത്രമല്ല, PM ശ്രീ പദ്ധതി തുടർന്നു പോകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തെയും പ്രതിപക്ഷം എതിർക്കുമെന്നുള്ള ഉറപ്പാണ്. കാരണം അവരായിട്ട് തുടങ്ങി വെച്ചു എന്ന് പറയുമെങ്കിലും അവർ തന്നെ ഇപ്പോൾ ഭരണപക്ഷം ഈ ഒരു, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതി നിബന്ധനകളോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇതിനെ തടസ്സം നിൽക്കാനേ പ്രതിപക്ഷത്തിനാവൂ, അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു അജണ്ട. അപ്പോഴും ഇവരൊറ്റക്കെട്ടല്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. കാരണം CPI-ക്കുള്ളിൽ തന്നെ ഈ രണ്ട് വിഭാഗങ്ങളുണ്ട്. രണ്ട് വിഭാഗങ്ങൾക്കും പരമാവധി ഇവർ നേതാവ് സ്ഥാനത്തേക്ക് ആ ഒരു CPM നേതാവിനെ തന്നെ മനസ്സുകൊണ്ട് അവരുടെ ആ ഒരു KN ബാലഗോപാൽ തന്നെയാണെന്നുള്ള കാര്യം ഏകദേശമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുപരിപാടിയിൽ, അല്ലെങ്കിൽ ഒരു പൊതു പ്രതിഷേധ ചടങ്ങിൽ തിരുവനന്തപുരത്തെ CPI ജില്ലാ സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് KN ബാലഗോപാൽ എന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അത് ഇവരുടെ ഉള്ളിലുണ്ടായ അബോധാവസ്ഥയിലാണെങ്കിലും ഇവർ ആ ഒരു സത്യം അംഗീകരിച്ചതുകൊണ്ടാണ് അതുപോലെ ഒരു വിശേഷണം KN ബാലഗോപാലിന് നൽകിയത്. അപ്പോഴും ബിനോയ് വിശ്വം സമ്മതിക്കുന്നില്ല. ബിനോയ് വിശ്വം ഇപ്പോഴും ഉടക്കിൽ തന്നെയാണ്. പക്ഷേ ഈ ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പുകളൊന്നും CPM-ഓ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ മുഖവിലക്കെടുക്കാതെ തള്ളി ഒഴിവാക്കി വിടുകയാണ്. ഇതിൽ പരം നാണക്കേട് CPI-ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇവരുടേതായിട്ടുള്ള മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വൻ പരാജയം ഏറ്റുവാങ്ങി ചുരുങ്ങിയ നമ്പറിൽ, അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന ജനപ്രതിനിധികളുള്ള പാർട്ടിക്ക് ഇതുപോലൊരു എന്താ പറയുക, ഒരു കീ പൊസിഷനിലേക്ക് സ്ഥാനം അവകാശപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡിപ്ലോമാറ്റിക്കലി ഇല്ല എന്നേ പറയുള്ളൂ. പക്ഷെ CPI തങ്ങളുടെ ആ ഒരു ജനസമ്മതി ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ LDF തങ്ങളുടെ ആ മുന്നണി സ്ഥാനം ഇപ്പോഴും ഉണ്ടാകണം, അല്ലെങ്കിൽ ആ നിലവിൽ അവർക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥാനത്തേക്കുള്ള വാശി കടുപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ സമ്മേളനം നമ്മൾ കണ്ടതായിരുന്നു. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തും ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് KN ബാലഗോപാലും തന്നെയായിരുന്നു നിന്നത്. നാളത്തെ സമ്മേളനത്തോടെ നമുക്ക് അറിയാൻ സാധിക്കും, ഇത് ഉറപ്പിക്കാൻ സാധിക്കുമല്ലേ, നാളെ ആരാണ് പ്രതിപക്ഷ നേതാവ്, ഉപപ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ളത്. അല്ല, അത് കേരളം തന്നെ കണ്ട കാഴ്ചയാണ്. അതായത് സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തത് അത് KN ബാലഗോപാൽ തന്നെയാണ്. മുൻ ധനമന്ത്രി കൂടിയായ
നിലവിലെ ഉപ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വഹിക്കുന്ന KN ബാലഗോപാലാണ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അതേസമയം CPI നിന്നുള്ള ഒരാൾ പോലും ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും സംസാരിക്കുകയില്ല. CPM MLA-മാർക്ക് മാത്രമാണ് ഇതിന് ഒരു പ്രതിപക്ഷത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊരു ആധികാരികമായി കൊണ്ടു നടക്കുന്ന ആ ഒരു സ്ഥാനം CPIക്ക് ഇന്നലത്തെ ആ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ അതിൽ ഭയന്ന് നൽകേണ്ട ആവശ്യമില്ല. പൊതുവെ പുറത്ത് നേതാക്കൾ പറയും, അതായത് ഇതുപോലൊരു സ്ഥാനത്തിന് വേണ്ടി LDF മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിൽ തർക്കമില്ല എന്ന് പറയുമ്പോഴും പക്ഷേ ഈ ഒരു ആഭ്യന്തര കലാപം എപ്പോഴും നിലനിൽക്കുന്നതാണ്. ഇതിനി 5 വർഷത്തേക്ക് ഇത് തുടർന്നു പോയാൽ രണ്ട് മുന്നണിക്കും അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ രണ്ട് പാർട്ടികൾക്കും പ്രസക്തി ഇല്ലാതാവും. അവർ തമ്മിൽ പിരിയും. ഒരുപക്ഷെ CPM-ൽ നിന്നും വിട്ടുപിരിഞ്ഞ് സ്വതന്ത്രരായി നിൽക്കാനുള്ള ഒരു തീരുമാനം CPI ബിനോയ് വിശ്വത്തിലൂടെ നേടിയെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ബിനോയ് വിശ്വം CPI ഒരുപക്ഷെ പുലർത്താനും സാധ്യതയുണ്ട്. നമുക്കറിയാം ബിനോയ് വിശ്വം ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. അതായത് ഇതിനെതിരെ ഇത് നടന്നതാണ്. അതായത് ഇതിനെ സ്വാന്തനിപ്പിക്കാനും അതിനും ഇതിനൊക്കെ, അതായത് ഉപനേതാവ് സ്ഥാനം വേറെ KN ബാലഗോപാലിന് നൽകാം എന്നുള്ള രീതിയിലൊക്കെ വന്നതായിരുന്നു. പക്ഷെ ബിനോയ് വിശ്വം അതിനൊന്നും സമ്മതിച്ചില്ല. തങ്ങൾക്ക് വേണം എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചു നിന്നിരുന്നത്. ഇപ്പൊ നാളത്തോടെ ഇത് മാറി, അല്ലെങ്കിൽ നാളത്തോടെ ഇതാരാണ് പ്രതിപക്ഷം ഉപപ്രതിപക്ഷം ആരാണെന്ന് തെളിഞ്ഞു വന്നാൽ ബിനോയ് വിശ്വം മിണ്ടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുമോ, അതോ പുറത്തോട്ട് പോകാനാണോ ഏറ്റവും കൂടുതൽ ചാൻസ്? ബിനോയ് വിശ്വത്തിനെതിരെ കൂരമ്പുകൾ ഉയരുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ബിനോയ് വിശ്വം ഈ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയും എന്ന് പറയുമെങ്കിലും പക്ഷെ അത് നടക്കില്ല. കാരണം ബിനോയ് വിശ്വത്തിന് ഇതുപോലൊരു പാർട്ടിയിലെ ഒരു നേതൃസ്ഥാനം ആവശ്യമാണ് ഒരു നിലനിൽപ്പിന്, അല്ലെങ്കിൽ ഈ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ ഇതുപോലൊരു നേതൃസ്ഥാനത്തിന്റെ ഒരു അധികാരം അത് ആവശ്യമാണ്. അത് ആ ഒരു സ്ഥാനം ഇട്ടെറിഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം തന്റെ പ്രതിഷേധം അറിയിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം LDF മുന്നണിയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കാൻ, മാക്സിമം പോയാൽ അല്പം പ്രഷർ കൊടുക്കാൻ ഈ ബിനോയ് വിശ്വത്തിന് സാധിക്കുമായിരിക്കും. പക്ഷേ അതിന് കാര്യമില്ല. കാരണം CPM അതിൻ്റെതായിട്ടുള്ള പുച്ഛത്തിൽ ഈ ഒരു ബിനോയ് വിശ്വത്തിന്റെ വാദത്തെ തള്ളിക്കളയാനാണ് സാധ്യത. അത് മുമ്പും അത് തന്നെയാണ് ചെയ്തത്. അതായത് AKG സെന്ററിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അത് തലേ ദിവസം MV ഗോവിന്ദൻ തീരുമാനിച്ചിരുന്നു ഇതുപോലെ ഉപനേതാവ് പദവി CPIക്ക് നൽകേണ്ടതെന്നില്ലെന്ന്. അതായത് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ AKG സെന്ററിലേക്ക് വന്ന, അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി വന്ന ബിനോയ് വിശ്വത്തോട് പറഞ്ഞത്, ഇനി അതിനുവേണ്ടി വാശി പിടിക്കേണ്ടതില്ല, ഈ ഒരു പദവി നിങ്ങൾ നോക്കി, ആ ഒരു കട്ടിൽ നോക്കി നിങ്ങൾ പനിക്കണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു നിലപാട് പറഞ്ഞത് അവർ പരസ്യമായിട്ടുള്ള തീരുമാനം അറിയിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പദവിക്ക് വേണ്ടി ബലം പിടിക്കുന്നത് വെറും മണ്ടത്തരമാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ബിനോയ് വിശ്വത്തിന് വെറുതെ ബലം പിടിക്കാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു CPI സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനം വെറും ഡമ്മി പീസിന്റെ കയ്യിലാണെന്നുള്ളത് ഇപ്പോൾ ഒരുമാതിരി കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്.